അനുമോളെ പിന്നിൽ നിന്ന് കുത്തി കട്ടപ്പ ശൈത്യ അല്ലെങ്കിൽ വിഷം ശൈത്യ അനുമോളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈവിൽ നമ്മളെ കാണിച്ചതാണ്. ശരത്തിനോട് അതുപോലെ തന്നെ ആദിലയോട് കൂടി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നിവിനോട് പറയുന്നു. ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ലവ് ട്രാക്ക് പിടിക്കുമെന്ന് അനുമോള് ശൈത്യയോട് പറഞ്ഞു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആദ്യം തന്നെ ശൈത്യ ഈ ആദ്യത്തെ ആഴ്ചകൾ തന്നെ ശൈത്യ അനുമോളോട് ചോദിച്ചു, നിനക്ക് ലവ് ട്രാക്ക് വല്ലതും പിടിക്കാൻ താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ അനുമോൾ തമാശയായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ, നല്ല പയ്യന്മാർ വല്ലതും വരുവാണെങ്കിൽ നോക്കാം, പക്ഷേ ഞാൻ 2 വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ലവ് ട്രാക്ക് പിടിച്ചാൽ ഞാൻ അവരെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് പിന്നെ ആരിൻ്റെ കാര്യം വന്നപ്പോൾ ചോദിച്ചപ്പോൾ അപ്പോഴും തന്നെ പിന്നെ അനുമോൾ വിലക്കിയതാണ്. അയ്യേ, അതൊരു ചെറിയ പയ്യൻ, എന്നേക്കാൾ എത്രയോ വയസ്സിനുള്ള ഒരു പയ്യൻ, അവനെ എനിക്ക് അനിയനായിട്ടേ കാണാൻ പറ്റൂ, പിന്നെ എൻ്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരാളെ അല്ല, എനിക്ക് എന്നേക്കാൾ മൂത്ത ഒരാളിനെയും അങ്ങനെയുള്ളൊരു സങ്കല്പമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ കഴിഞ്ഞതാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ശരത്തിനോടും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ, ഇവരുടെ എതിർ ഗാങ്ങിലുള്ള ആൾക്കാരോട് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറയുന്നു. ലവ് ട്രാക്ക് അതേണക്ക് ആദിലയോട് പറയുന്നു, പിന്നെ അതിനുശേഷം നിവിനോട് പറയുന്നു. അപ്പോൾ അവളാണ് കറക്റ്റ് വിഷം. അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഫ്രണ്ട്ഷിപ്പ് കൂടിയപ്പോൾ തന്നെ പറഞ്ഞാൽ നമ്മൾ ഡബിൾ സ്റ്റാൻഡാണ് ഇവിടെ നിന്ന് പറയുന്ന അവിടെയും പറയും, അവിടെ നിന്ന് പറയുന്ന അനുമോളെ കൂടെ നിൽക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്നേ പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവൾ ഭയങ്കരമായിട്ട് തിരിഞ്ഞു കുത്തി. നമ്മുടെ കൂടെ ഉള്ള ഒരു മിത്രം ശത്രുവായാൽ എങ്ങനെയാണ് നമ്മൾ പേടിക്കുന്നത്, അതുപോലെയാണ്. ഇതൊക്കെ കറക്റ്റ് സ്വഭാവമാണ് പുറത്തേക്ക് വരുന്നത്.